നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോളേജ് യൂണിയൻ്റെ ചെയർമാൻ നയൻ മേനോനും അതുപോലെ തന്നെ ലേഡി വൈസ് ചെയർമാൻ നിത റഷീദുമാണ്. അപ്പോൾ നമ്മളിന്ന് ഇവരോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാലും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 23 വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അതിൽ നമ്മുടെ കോളേജ് യൂണിയൻ ഭരിച്ചിരുന്നത്. 23 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് SFI ആ കോളേജ് യൂണിയൻ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ അതല്ലേ ശരി? അതെ അതെ. ഇപ്പം ഈ ഇൻഡിപെൻഡൻസിന് എത്ര സീറ്റ് ഉണ്ട്? ഇൻഡിപെൻഡൻസിന് ഇപ്പോൾ 2 സീറ്റ് ജനറൽ സീറ്റും ചെയർമാനും വൈസ് ചെയർമാനും പിന്നെ ബാച്ച് റെപ്പിൽ 1 സീറ്റുമാണ്. അങ്ങനെ 16-ൽ 13 സീറ്റും എക്സിക്യൂട്ടീവ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ 10-ൽ 8 സീറ്റുമാണ് SFIക്ക് ഉള്ളത്. അപ്പോൾ 2 സീറ്റ് ഇൻഡിപെൻഡൻസിനും ബാക്കി ഓവറോൾ 3 സീറ്റും ഇൻഡിപെൻഡൻസിനാണുള്ളത്. അപ്പം ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയാണ്. മിൽമ ബൂത്തിനപ്പുറം അവർക്ക് ഞങ്ങൾക്ക് കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അതിനപ്പുറം ലോകത്തോ കേരളത്തിലോ ഇന്ത്യയോ എന്ത് നടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഈ ക്യാമ്പസിലെ വിഷയം മാത്രം നോക്കിയാൽ മതി. അങ്ങനെ പറയുന്ന ഒരു തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടമായിരുന്നു കഴിഞ്ഞ 23 വർഷം ഭരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ആരോപണം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് UUC ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള KT സുമയ്യ, നമ്മുടെ KT ജലീൽ മുൻ മിനിസ്റ്റർ KT ജലീലിൻ്റെ മകൾ, അവരാണ് ഈ ഒരു ആരോപണം കാര്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ 23 വർഷമായിട്ട് ഇവിടെ ഇൻഡിപെൻഡൻസ് നിലകൊള്ളിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അരാഷ്ട്രീയ കൂട്ടായിട്ട് ഒരു പ്രസ്ഥാനത്തിനും ഒരു സ്ഥാപനത്തിനും നമ്മുടെ കോളേജിൽ എന്തായാലും നിലനിൽക്കാൻ പറ്റില്ല. 23 വർഷം അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ 5 വർഷമോ 10 വർഷമോ ആകുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയം മാറും. പക്ഷെ നമ്മുടെ കോളേജിൽ 23 വർഷമായിട്ടും ഒരു സ്ഥാപനം തന്നെയാണ് നിലകൊള്ളുന്നതെങ്കിൽ നമുക്ക് തന്നെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഒരു അരാഷ്ട്രീയ കൂട്ടമാണെങ്കിൽ എങ്ങനെയാണ് അത് അവിടെ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഇപ്പോൾ SFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, പല രാഷ്ട്രീയങ്ങളും ഇതുപോലെ ഇലക്ഷനിൽ നമുക്ക് മത്സരിച്ചിട്ടുണ്ട്. എന്നാലും ഇൻഡിപെൻഡൻസ് 23 വർഷമായിട്ട് ഇവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ കൂട്ടം ആയിരിക്കുമോ എന്നുള്ള വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അത് ഈ യൂണിയൻ? തികച്ചുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ എന്താ വെച്ചാൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതുകൂടാതെ തന്നെ പുറത്ത് നടക്കുന്ന രാഷ്ട്രീയങ്ങളിൽ തെറ്റെന്തുണ്ടെങ്കിലും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചും അതിനോടൊപ്പം ശരിയാണെങ്കിൽ ശരിക്ക് കൂടെ നിൽക്കാനുമുള്ള ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ പലരും പറയും മിൽമ ബൂത്തിൽ ഒതുങ്ങിയതാണ്, ക്യാമ്പസിൻ്റെ ഉള്ളിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ പറയാനുണ്ട് ഇവിടെ പല കാര്യങ്ങൾക്കും. ഇപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് പുറത്ത് വന്ന ഒരു കോവിഡിൻ്റെ ഇഷ്യൂ ആയിക്കോട്ടെ, പണ്ട് LARCയുടെ ഇഷ്യൂ ആയിക്കോട്ടെ, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ബുൾഡോസർ രാഷ്ട്രീയത്തിൻ്റെ ഇഷ്യൂ ആയിക്കോട്ടെ, ജമാ മസ്ജിദിൻ്റെ ഇഷ്യൂ ആയിക്കോട്ടെ, കേരള സ്റ്റോറിയുടെ ഇഷ്യൂ ആയിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ നിലകൊള്ളിട്ടുള്ളത് ഇൻഡിപെൻഡൻസിൻ്റെ പ്രസ്ഥാനം, ഇൻഡിപെൻഡൻസ് രാഷ്ട്രീയമായിരുന്നു. ഈ വിഷയത്തിലൊക്കെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്? തികച്ചും ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു ആസാദി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു. നമുക്ക് ഹോസ്റ്റലുകളിൽ സ്ത്രീകൾക്കൊരു കർഫ്യൂ ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം ഹോസ്റ്റലുകളിൽ തന്നെ നിൽക്കണം, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. അന്ന് മുതൽ എന്ത് കാര്യത്തിനും വേണ്ടി പുറത്ത് ഞങ്ങൾക്ക് അതിനു വേണ്ടി സംസാരിക്കാനും കോടതി പോയി അതിൻ്റെ കാര്യം ഞങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും ഇൻഡിപെൻഡൻസിലെ നേതാക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ കോവിഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കോവിഡിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത സ്റ്റാഫുകളെ ഇവിടെ പെർമനൻ്റ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞതിന് എതിരെ നിന്ന് നമ്മൾ സംസാരിച്ചത് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. അന്ന് വേറെ ഒരു രാഷ്ട്രീയം അതിനു വേണ്ടി ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അരാഷ്ട്രീയ കൂട്ടമാണ് ഞങ്ങൾ എങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്തിന് ഞങ്ങൾ ഇടപെടുന്നു? ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഞങ്ങൾ നിലകൊള്ളിട്ട് ഇത്രയും കാലം 23 വർഷമായിട്ടും ഇൻഡിപെൻഡൻസ് തന്നെ ഈ CMCയിൽ മതി എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നിട്ട് ഇലക്ഷനിൽ തന്നെ വിജയിപ്പിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ നിലകൊള്ളിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രം എവിടെയാണോ ശരി, രാഷ്ട്രം എവിടെയാണോ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ച് ഇവിടെ നിലകൊള്ളിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡിപെൻഡൻസ് CMC. നിത റഷീദിന് വൈസ് ചെയർപേഴ്സൺ എന്ന നിലക്ക് ചെയർമാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പോൾ ചെയർമാനോട് ആഡ് ചെയ്യാനുള്ളത്, നമുക്ക് ഉന്നയിച്ച ഒരു ആരോപണമാണ് രാഷ്ട്രീയ കൂട്ടം. ആ ഒരു ആരോപണം വരുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, 23 വർഷം ഒരു അരാഷ്ട്രീയ കൂട്ടമാണെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യുമോ? അത്രയും കാലം നമുക്ക് സ്ട്രോങ് ഓപ്പോസിറ്റായിട്ട് SFI ആയാലും KSUക്കാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു അരാഷ്ട്രീയതയൊക്കെ ഒരിക്കലും അത്രയും കാലം വളരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഉന്നയിച്ച ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന്. പിന്നെ അവർ പറയുന്നത് മിൽമ ബൂത്തിനപ്പുറം നമ്മൾ കടന്നിട്ടില്ല എന്നാണ്. ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് ജോബ് തരുമെന്ന് പറഞ്ഞ് അവരെ കയറ്റിയിട്ട്
കോവിഡ് കഴിഞ്ഞപ്പോൾ അവരെ ഇറക്കി മാറ്റി. അതിനെതിരെ ഇവരാരും പ്രതിഷേധിച്ചിട്ടില്ല. അന്നും പ്രതിഷേധിച്ചത് ഈ ഇൻഡിപെൻഡൻസ് ആയിരുന്നു, ആസാദി. വേറെ ഏതൊക്കെ കോളേജിൽ ഇപ്പോഴും കർഫ്യൂ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ കർഫ്യൂ എടുത്ത് മാറ്റിയതും സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ഒരു അലങ്കാരമായി വിഷ്വലി എഫക്റ്റ് ആവണം എന്നുള്ളത് അതിന് വേണ്ടി വർക്ക് ചെയ്തതും ഈ ഇൻഡിപെൻഡൻസ് CMC യൂണിയൻ മെമ്പേഴ്സുമാണ്. അപ്പോൾ ഇതുപോലത്തെ അല്ല അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമ്പസും പൊളിറ്റിക്സ് മാത്രമല്ല, ഇപ്പൊ രാജ്യത്ത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ ചലനങ്ങൾ നടക്കണ്ടല്ലോ. ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നല്ല? ആര് പറഞ്ഞു അഭിപ്രായം പറഞ്ഞിട്ടില്ല? ബാബരി മസ്ജിദ് ഇഷ്യൂ എന്നപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം KSU ഇലക്ഷൻ നിന്നപ്പോഴും നമ്മൾ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. നമ്മളെ പറഞ്ഞത് നമ്മൾ ABVP KSU MSF കൂട്ടായ്മയാണെന്നാണ്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഞാനും കേട്ടതാണത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതാണെന്നുണ്ടെങ്കിൽ ABVP നമ്മൾ ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ നമ്മൾ സംസാരിക്കാതിരിക്കൂലേ? അങ്ങനെ അല്ലല്ലോ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെതിരെ. അതുപോലെ തന്നെ KSU ഈ വർഷം ഇലക്ഷൻ നിന്നിട്ടുണ്ട്. നമ്മളും KSU സഖ്യമാണെങ്കിൽ നമ്മൾ ഈ വർഷം ഇലക്ഷൻ കഴിഞ്ഞ വർഷം ഒരുമിച്ചല്ലേ? കഴിഞ്ഞ വർഷം അവർ നിന്നിട്ടില്ല. 2022 KSU മത്സരിച്ചതിന് ശേഷം അവർ ആദ്യമായിട്ടാണ് ഈ വർഷം മത്സരിക്കുന്നത്. അപ്പൊ അത്രയും കാലഘട്ടമായിട്ട് ഞങ്ങൾ ഒരു സഖ്യമായിട്ട് മുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ ഏതൊരു രാഷ്ട്രത്തിനെതിരായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയായിട്ട് നമ്മൾ നിന്നിട്ടുണ്ട്. അതാണ് ഇൻഡിപെൻഡൻസ് CFC ഇവിടെ പ്രസ്ഥാനമായിട്ട് വെച്ചിട്ടുള്ളത്. രാഷ്ട്രീയം ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായുള്ള രീതിയിലും വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുമുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വെച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം നമുക്കിവിടെ കൂടെ നിൽക്കാൻ പറ്റിയത്. ഇനിയും ഈ ഒരു ഇൻഡിപെൻഡൻസ് CMC എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രം ഇനിയും മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ ഒപ്പോസിഷൻ ആണെങ്കിലും അതിനുവേണ്ടി ഞങ്ങൾ ചോദ്യം ചെയ്ത് തന്നെ മുന്നോട്ട് പോകും എന്ന വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് നമുക്ക് എന്തായാലും ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നത്. അല്ല, ആ കാര്യം ഒന്നുകൂടി നിത വ്യക്തമാക്കണം. എന്താണെന്ന് വെച്ചാൽ, അതായത് MSFും KSUവും ABVPയും ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം. അങ്ങനെ ആ കാര്യത്തിൽ ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവേണ്ടിയിരുന്നു. നമുക്ക് മേലെ ഉന്നയിച്ചൊരു ഒരു ആരോപണമാണ് ABVP MSF KSU. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സഖ്യമാണ് ഇൻഡിപെൻഡൻസ്, ആൻറ്റി SFI ആണ് ഇൻഡിപെൻഡൻസ്, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സഖ്യമായിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് ഇഷ്യൂ ആണെങ്കിലും ഇപ്പോൾ KSU ഇലക്ഷൻ വെച്ചിട്ടുണ്ട്. 2022 ചെയർപേഴ്സൺ പോസ്റ്റിലോട്ട് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ വർഷം ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു സഖ്യമായിരുന്നെങ്കിൽ ഈ വർഷം ഞങ്ങൾ ഇലക്ഷൻ നിൽക്കാതിരിക്കില്ലേ? ആ വർഷം ഇലക്ഷൻ നിൽക്കാതിരിക്കില്ലേ? പക്ഷെ അങ്ങനെയല്ല. ശരി എന്തെന്നുള്ളത് എവിടെ കാണലും ശരിയാണെന്നും തെറ്റ് എത്ര വളച്ചൊടിച്ചാലും അത് തെറ്റാണെന്നും ഉറച്ച കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം അത് ഈ ഇൻഡിപെൻഡൻസിന് മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ഫ്രീഡം നൽകുന്നുള്ളൂ. അതല്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിനെ പറ്റി നമുക്ക് ഉറച്ച ബോധമുണ്ട്, അതിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ആരോപണങ്ങൾ ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു പൊതുവായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് SFI ക്യാമ്പസുകളിൽ വളരെ അരാഷ്ട്രീയത ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. കാരണം കേരള ഗവൺമെന്റിനെ എന്ത് പറഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് കേരള സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു സമീപനമായിരുന്നു SFI എന്ന് പറഞ്ഞ ഒരു ആരോപണം കൗണ്ടറായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതിനോട് എന്താ അഭിപ്രായം? കാരണം SFI ഈ കേരള ഗവൺമെന്റിന്റെ നടപടിക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, അത് ഒരു അരാഷ്ട്രീയ നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത് എന്നൊരു സാധനം പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്തായാലും. അതിപ്പോ നമുക്ക് എന്താ വെച്ചാൽ അവരെയും കുറ്റം കാര്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അവരുടെ രാഷ്ട്രീയം ഭരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്തായാലും ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ഹോൾഡായിട്ട് വരും. അപ്പൊ അതിലുള്ള രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പോലും ഏതൊരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം അവർ ചെയ്ത തെറ്റുകളാണെങ്കിലും അതിനെ ചൂണ്ടിക്കാണിച്ചത് ഇൻഡിപെൻഡൻസ് CMC തന്നെയായിരുന്നു കോളേജിലുള്ളത്. അപ്പൊ അങ്ങനത്തെ ആരോപണങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായി ഒരിക്കലും ഞാൻ പറയില്ല. എന്തെങ്കിലും സംഭവം പറയാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ, കോവിഡ് ടൈമിൽ ശൈലജ ടീച്ചർ ഒരു പോസ്റ്റർ ഇറക്കിയായിരുന്നു, ഹോമിയോ മെഡിസിൻ ബെനഫിഷ്യറി ആണെന്നുള്ളത്. അപ്പോൾ അതിനെതിരെ ഇവരും നമ്മളും പോസ്റ്റർ ഇറക്കിയായി. പിന്നെ ഒരു നിമിഷങ്ങൾക്ക് ഉള്ളിൽ ആ പോസ്റ്റർ ഡിലീറ്റ് ആക്കപ്പെടേണ്ടി വന്നു. കാരണം അവർക്ക് മുകളിൽ നിന്ന് ഓർഡർ വന്നു. അത് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന മെഡിക്കൽ ഡോക്ടേഴ്സാണ്, മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്ക്, നമുക്ക് നമ്മുടെ കാര്യം പോലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല, റൈറ്റ് ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇത്ര എടുത്തു പറയാൻ കാരണം, ഞങ്ങൾ MBBS സ്റ്റുഡൻസാണ്, എന്നിട്ട് പോലും നമ്മൾക്ക് വേണ്ടി നമ്മുടെ ആ ഒരു കാര്യം, ആ സത്യത്തെ നമുക്ക് വിളിച്ചു പറയാനുള്ള അവകാശം ഇല്ല എന്ന് പറയുമ്പോൾ
അതൊക്കെ അവിടെയാണ് ഇൻഡിപെൻഡൻസ് മുന്നിൽ നിൽക്കുന്നത്. ശരിയെന്നതിനെ ശരിയെന്നും തെറ്റതിനെ ആരും ഭയക്കണ്ട. കാരണം എത്ര വളച്ചൊടിച്ചാലും തെറ്റാണ്. ആ ഒരു ധൈര്യത്തോടെയും കോൺഫിഡൻസോടെയും നമുക്ക് ഇൻഡിപെൻഡൻസിൽ പറയാൻ പറ്റും. ആ ഒരു ഫ്രീഡമാണ് ഇൻഡിപെൻഡൻസ് നൽകുന്നത്. ആ ഒരു ഫ്രീഡം തന്നെയാണ് 23 വർഷം CMC കൊണ്ടു നടന്നത്. അല്ലാതെ അരാഷ്ട്രീയത മുദ്ര കുത്തിയിട്ട് അരാഷ്ട്രീയത ഒരിക്കലും ഇത്ര കാലം വളരില്ല എന്നാണ് എനിക്ക് ആരോപണം ഉന്നയിച്ചവരുടെ മുഖത്ത് നോക്കി പറയാനുള്ളത്. അപ്പം അതായത് ഇനിയും ഇൻഡിപെൻഡൻസ് ആ ഒരു കൂട്ടായ്മ ഇനിയും അടുത്ത വർഷവും വീണ്ടും മത്സരിക്കും. ആ ഒരു നിങ്ങളുടെ കൂട്ടായ്മ നിലനിർത്തുമെന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും ഏത് ആവശ്യങ്ങൾക്കും വേണ്ടിയും അതിന് ചോദ്യം ചെയ്ത് മുന്നോട്ട് നയിക്കുന്നത് ഇൻഡിപെൻഡൻസ് CMC തന്നെ ഉണ്ടാവുള്ളൂ എനിക്ക് അത്ര ഉറപ്പാണ്. കാരണം രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഒരു ഓർഡറോ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താവശ്യവും ജനാധിപത്യപരമായിട്ട് ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മെജോറിറ്റി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പോകണം എന്ന ആശയം എപ്പോഴും നിലകൊള്ളണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസ് CMC ഇനി ഉണ്ടാവും. ഇൻഡിപെൻഡൻസ് CMC ഇപ്പോൾ യൂണിയനിൽ ഞങ്ങൾ 2 സീറ്റ് എങ്കിൽ പോലും ഞങ്ങളൊരു ഒപ്പോസിഷനായിട്ട് എന്ത് തെറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അതിനെ നമ്മൾ എതിർ നിന്നുകൊണ്ട് ഇൻഡിപെൻഡൻസ് CMC ഇനി എന്തായാലും മുന്നേറും. അടുത്ത ഇലക്ഷൻ സമയത്ത് ഇതുപോലെ മത്സരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇൻഡിപെൻഡൻസ് ആസ് എൻ ഒപ്പോസിഷൻ നമ്മുടെ കോളേജിൽ എന്തായാലും ഇനി തുടരും എന്നുറപ്പാണ് എനിക്കും നിതയ്ക്കും നൽകാനുള്ളത്. ഓക്കെ, താങ്ക് യു.